റോമൻ ഗവൺമെൻറ് അക്കാലത്ത് കൊടുംപാതകം ചെയ്യുന്ന ഒരു കുറ്റവാളിക്ക് കൊടുക്കുന്ന ഏറ്റവും കഠിനമായ ശിക്ഷയായിരുന്നു ക്രൂശ് മരണമെന്ന് പറയുന്നത്. അന്നത് പരിഹാസത്തിൻ്റെയും അപമാനത്തിൻ്റെയും നിന്ദയുടെയും അടയാളമായിരുന്നെങ്കിൽ തൻ്റെ മരണത്തിന് ശേഷം ആ ക്രൂശ് ജയത്തിൻ്റെ അടയാളമാക്കി കർത്താവ് മാറ്റി. കലഹവും കൊലയും ഹേതുവായി ക്രൂശുമരണം വിധിക്കപ്പെട്ട ബറബാസിൻ്റെ പകരക്കാരനായി ആ ക്രൂശിൽ താൻ തകർക്കപ്പെട്ടപ്പോൾ യഹൂദ ജനത വിചാരിച്ചു അത് തൻ്റെ അവസാനമായിരിക്കുമെന്ന്. പക്ഷേ അതൊരു അവസാനമല്ലായിരുന്നു, അത് ഒരു പുതിയ ജയത്തിൻ്റെ തുടക്കമായി മാറുകയായിരുന്നു. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ആത്മാവിൽ ഞാനൊരു ദൂത് പറയട്ടെ. ഏതെങ്കിലും വിഷയത്തിൻ്റെ നടുവിൽ നിങ്ങൾ അപമാനിക്കപ്പെട്ട്, പരിഹസിക്കപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, ത്യജിക്കപ്പെട്ട്, അവഗണിക്കപ്പെട്ട്, ഒറ്റപ്പെട്ട്, തള്ളപ്പെട്ട അവസ്ഥയിൽ കൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നെങ്കിൽ കർത്താവ് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഈ വേദനകൾ, ഈ ഭാരങ്ങൾ, ഈ പ്രയാസങ്ങൾ, ഈ നിന്ദകൾ അതൊരു അവസാനമല്ല. ആ ക്രൂശിലൊരു ജയമുണ്ട്. ശബത്ത് കഴിഞ്ഞ് പ്രഭാതത്തിൽ പുലർച്ചെ അവരവിടെ ചെന്ന് നോക്കുമ്പോൾ ആർക്കും തുറക്കുവാൻ കഴിയാത്ത മുദ്ര ചെയ്യപ്പെട്ട ആ കല്ലറ അന്ന് സ്വർഗത്തിലെ ദൂതൻ ഉരുട്ടി മാറ്റി. മരണത്തിനു പോലും തടഞ്ഞു വെക്കാതെ എൻ്റെ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നെങ്കിൽ, ആമേൻ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന അപമാനങ്ങൾ, ഇന്നനുഭവിക്കുന്ന വേദനകൾ, ഇന്നനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾ, ഇന്നനുഭവിക്കുന്ന തള്ളപ്പെട്ട അവസ്ഥകൾ, അത് നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു പരാജയമായി മാറുകയില്ല. അതിൻ്റെ മുമ്പിൽ ഒരു വിജയം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെ, ഈ ക്രൂശിലൊരു ജയമുണ്ട്. അപമാനത്തിൻ്റെ, പരിഹാസത്തിൻ്റെ ഒരടയാളമായിരുന്ന ക്രൂശിനെ ജയത്തിൻ്റെ ഒരു ക്രൂശാക്കി എൻ്റെ കർത്താവ് മാറ്റിയതുപോലെ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സകലത്തിൻ്റെയും പരിഹാരം ആ ക്രൂശിലുണ്ട്. ആ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുക. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.